കിരാത എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കേറെ പ്രിയപ്പെട്ട നടൻ എം ആർ ഗോപകുമാറാണുള്ളത്. സർ, സ്വാഗതം. സന്തോഷം. ഇപ്പോൾ കിരാത, നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് ഈ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ദുരൂഹത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആണ് തോന്നുന്നത്. എന്താണ് കിരാത പറയുന്ന സബ്ജക്റ്റ്? കിരാത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം നമ്മൾ എത്ര പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും നമ്മളിൽ ഇപ്പോഴും ഒരുമാതിരി ആത്മചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതായത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. വിശ്വാസം നല്ലതാണ്, വിശ്വാസം എപ്പോഴും നമുക്ക് പോസിറ്റീവാണ്. പക്ഷെ അന്ധവിശ്വാസവും അനാചാരവും എന്ന് പറയുന്നത് അത് നെഗറ്റീവാണ്. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ കയറ്റരുത്. അപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു സിനിമയാണ്. അത് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, പലതരത്തിലുള്ള. ഈ ഒരു സിനിമ പറയുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് എന്താണ്? ഇതിൽ പറയുന്ന എന്ത് തരം അനാചാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്? അതായത് നമുക്ക് ഉണ്ടാകുന്ന ചീത്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികൾ എന്തോ ദുഷ്ടശക്തികളുടെ പ്രേരണ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നൊരു ചിന്ത വരികയും അത് ചില പ്രവൃത്തികൾ ചെയ്താൽ അത് മാറിക്കിട്ടുന്നവർ വിശ്വസിക്കുകയും ചെയ്യും. ആ പ്രവൃത്തികളെന്ന് പറയുന്നത് ക്രിമിനൽ പ്രവൃത്തികളാണ്. ഒരിക്കലും ഒരു സമൂഹത്തിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ അത് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. മനുഷ്യനെ കൊന്നിട്ട് വേറൊരുത്തനെ കൊന്നിട്ട് നമുക്ക് നല്ലത് വരണം നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്നത്? അതിലെന്ത് തത്വചിന്തയുള്ളത്? ബലി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് എന്താ? അത് ഇപ്പോഴും നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ അതിന്റെ വാർത്തകളെ മലയാളികൾ നമ്മൾ ഭയങ്കര അഹങ്കാരമായിട്ട് പറയാറുണ്ട്. നമ്മൾ ദിവസം 2 നേരം കുളിക്കും, പിന്നെ മറ്റേ വിദ്യാഭ്യാസം 100% സാക്ഷരതയുണ്ട്, നമ്മൾ ദിവസം 3 പേപ്പറെങ്കിലും വായിക്കും. ഇതൊക്കെ വായിച്ചിട്ട് എന്താ കാര്യം? ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പോൾ ഇത് മലയാളി മനസ്സിലാക്കുകയും നന്നാവുകയും ചെയ്യേണ്ടത് ഇതിലാണ്. അവൻ്റെ മനസ്സ് സ്വന്തം ആദ്യം വൃത്തിയാക്കണം. അങ്ങനെ ഒരു സതുദ്ദേശം കൂടി ഉണ്ട് ഈ സിനിമ. ഇതിലെന്താണ് സാറിന്റെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടർ ഒരു ഇതുപോലെ അഫക്റ്റ് ചെയ്യപ്പെട്ട ഒരു കുട്ടിയുടെ ഒരു ഗാർഡിയനാണ്. ഇതിൻ്റെ അവസാനത്തെ ഒരു ഫേസിലാണ് ഞാൻ വരുന്നത്. എനിക്കൊണ്ടിപ്പോൾ സാറ് ചെയ്ത നമ്മളെ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോൾ തന്നെ എല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സോഫ്റ്റ് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഒരു പാവം ക്യാരക്ടേഴ്സോ ഒക്കെയാണ്. അപ്പോൾ അത് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് അതങ്ങനെ ഒരു ഇതിലോട്ട് അങ്ങനെ പെട്ടുപോയതാണ്, ഈ പാവം ക്യാരക്ടേഴ്സിൽ അങ്ങ് പെട്ടുപോയതാണോ? പണ്ട് മുതലേ ചെയ്തു? പാവം അല്ലാത്തത് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇതുപോലത്തെ വിധേയൻ. ഇപ്പോഴും ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവായ ശേഷം ഇപ്പൊ വിധേയയിലെ പിന്നെയും കാണിച്ചു തുടങ്ങി. അതിലെ ഒരു ക്യാരക്ടർ അതുപോലെ തന്നെ പുലിമുരുകൻ വേറെ തരത്തിലൊരു കോമഡി ആയിട്ടാണ് ഇപ്പൊ അതൊക്കെ കാണാറുണ്ടോ ട്രോളുകളൊക്കെ? ഈ ട്രോൾ എന്ന് പറയുന്നത് അതൊരു നമ്മളെന്താ പഴയ കാർട്ടൂണിന്റെ ഒരു എൻജോയ് ചെയ്യാണ്. ട്രോളെല്ലാം എൻജോയ് ചെയ്യാറുള്ളത്. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വിധേയനായാലും പുലിമുരുകനായാലും ഒക്കെ ഇപ്പൊ വീണ്ടും അതെന്നും റീവാച്ച് ചെയ്ത് കാണുന്ന അതിന്റെ ഒരു എങ്ങനെയാണ് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ വിധേയന്റെ ഒക്കെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? വിധേയൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിനിമക്ക് അഭിനയിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. കാരണം സൂപ്പർ സ്റ്റാറുകൾ നിറഞ്ഞാടുന്ന ഒരു സമയത്ത് അതല്ലാത്ത ഒരു ഫ്രഷറായിട്ടുള്ള വരുന്ന ഒരാൾക്ക്, ഫ്രഷർ എന്ന് വെച്ചാൽ സിനിമയിൽ ഫ്രഷർ, ബാക്കി നാടകത്തിലും സീരിയലിലും ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഫ്രഷായിട്ട് വരുന്ന ഒരാൾക്ക് അങ്ങനെ ഇത്രയും ഒരു ഗംഭീര ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് അന്ന് തന്നെ ഞാൻ ഈ വിധേയൻ എന്ന് പറയുന്ന സിനിമയിൽ ഭാസ്കര പട്ടേൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സക്രിയയുടെ കഥയാണ്. അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വായിച്ചും വിവരമൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞത്, ഇനി നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ ക്യാരക്ടറിന്റെ പേരിൽ അറിയപ്പെടുന്നു. അത് ഇപ്പോൾ സത്യമായി. ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ, 32 വർഷമായി. അന്ന് പക്ഷേ ഇന്നത്തെ പോലെ ഒന്നും സോഷ്യൽ മീഡിയ ഇല്ല. 93-ലാണ് ആ ഫിലിം ഷൂട്ട് ചെയ്തത്. 32 വർഷത്തിന് ശേഷം ഇപ്പോഴും ചോദിക്കുക. അപ്പൊ അന്ന് അയാൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ അന്ന് ഞാൻ ചോദിക്കുന്നത്, അത് അന്ന് ചിന്തിച്ചിരുന്നു ആള് പറഞ്ഞപ്പോ ഇത്രത്തോളം ചർച്ചയാവുമെന്ന്? ഇല്ല, അങ്ങനെ നമ്മൾ പറഞ്ഞു. അത് അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങനെ അവാർഡ്, വലിയ അപ്രീസിയേഷൻ അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ ആ ക്യാരക്ടർ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അത് അന്ന് ഈ പറഞ്ഞ പോലെ മമ്മൂക്കിക്ക് അവാർഡ് കിട്ടിയ പോലെ എനിക്ക് സാറിനും അന്ന് സ്റ്റേറ്റ് അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡുകൾ കിട്ടിയിരുന്നു. ഇപ്പൊ പുലിമുരുകനായാലും ഈ പറഞ്ഞ പോലെ ഈ ട്രോളുകളിലൂടെയാണ്. അതൊന്ന് അഭിനയിക്കുമ്പോൾ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു? അത് ശരിക്കും തുടക്കത്തിൽ ആ ക്യാരക്ടർ അത്ര ഇല്ലായിരുന്നു. വളരെ ചെറിയ ക്യാരക്ടറായിരുന്നു ഈ മൂപ്പൻ എന്ന് പറയുന്നത്. പിന്നീടാണ് ഈ മൂപ്പനിലൂടെ പുലിമുരുകൻ്റെ കഥ പറയുന്നത്, അതിൻ്റെ പാസ്റ്റ് പറയുന്നതൊക്കെ ഈ മൂപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ പിന്നീട് വന്നതാണ്. അത് ഷൂട്ടിങ് തുടങ്ങിയതിന് ശേഷം അവർ തീരുമാനിച്ച ഒരു മാറ്റമാണ്. പക്ഷെ അത് എനിക്ക് വലിയ ഉപകാരമായി. 13 ദിവസം വർക്കുണ്ടായിരുന്നു.
ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഈ ക്യാരക്ടർ സെലക്ഷൻ വരുന്നത്? അപ്പൊ ഈ ഒരു സിനിമ തെരഞ്ഞെടുത്തു, ഞാൻ ചോദിച്ചാൽ ഒരു ഇപ്പൊ സീരിയൽസ് ചെയ്യുന്നുണ്ടല്ലോ, നാടകം. ഞാൻ ബേസിക്കലി സീരിയൽ ആക്ടർ, എനിക്കതിൽ യാതൊരു മടിയുമില്ല. ഞാൻ തുടങ്ങിയ സീരിയൽ ഇപ്പോഴും അത് ഈ 2022 2-3 ദിവസം കൂടെ കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ 2 ദിവസം കൂടെ കഴിയുമ്പോൾ 40 വർഷമാവും. 40 വർഷം സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി ഞാൻ സീരിയൽ ആക്ടർ തന്നെയാണ്. പക്ഷെ ഇതിൽ വരാൻ കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ എടത്തോടി ഭാസ്കരൻ സാറ്, അദ്ദേഹം ബഹ്റിനിലാണ്. അപ്പോൾ ഞാൻ ബഹ്റിനിൽ പോയപ്പോൾ അവിടെ വെച്ചൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിൻ്റെ പ്രൊഡ്യൂസർ ഭാസ്കരൻ സാറായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ ഒരു വേഷം അഭിനയിക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹമായിട്ടുള്ള പരിചയം കൊണ്ടാണ് ഈ ക്യാരക്ടറിൽ ഇതിലൊരു വേറെ കുറച്ച് സീൻസ് ആഡ് ചെയ്യേണ്ടി വന്നപ്പോൾ ആ ആഡ് ചെയ്യുന്ന സീനിൽ എന്നെ കൂടെ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതൊരു സുഖമായിട്ട് തോന്നി. അതുകൊണ്ടാണ് അതിൽ ഒരു വളരെ ചെറിയ വേഷമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്ന് കൊച്ചി വരെ വന്ന് ഇതിന് പങ്കെടുക്കാൻ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഈ സീരിയൽസിൽ കമ്മിറ്റഡ് ആയതുകൊണ്ടാണോ സിനിമകൾ നഷ്ടപ്പെടുന്നുണ്ടോ? അല്ല, ഞാൻ സെലക്റ്റീവ് അല്ല ഒരിക്കലും. ഞാൻ ഇന്ന സീരിയൽ വേണം അല്ലെങ്കിൽ സിനിമ വേണം എന്ന് ചിന്തിക്കും. അല്ലെങ്കിലും ചില സിനിമയിലേക്ക് വിളിക്കുമ്പോൾ സീരിയലിൽ എന്തായാലും മാസം ഇത്ര ദിവസം ഡേറ്റ് മാറ്റി വെക്കേണ്ടി വരാറുണ്ടല്ലോ. അപ്പോൾ അത് കാരണം സിനിമകൾ ഇതുവരെ അങ്ങനെ നഷ്ടപ്പെട്ടില്ല. അത് വിളിക്കാത്തതുകൊണ്ട് തന്നെയാണ്, സിനിമയിൽ വിളിക്കാത്തതുകൊണ്ട് തന്നെയാണ്. വിളിച്ചതെല്ലാം പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സീരിയൽ പറയുമ്പോഴാണ് നമുക്ക് ജ്വാലയെ മറക്കാൻ പറ്റില്ല. ജ്വാലയും ഈ പറഞ്ഞ പോലെ അന്നൊരു വിപ്ലവം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി 3 മണിക്ക് വന്ന് ആൾ പ്രേക്ഷകർ, അതായത് ഓട്ടോറിക്ഷക്കാർ വരെ അവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയം മാറ്റി. 1 മണിക്ക് വരുന്നവർ 2:30 മണി സമയമാക്കി. അതായത് ഇവിടെ വന്ന് ഊണം കണ്ട് ഈ സീരിയലും കണ്ട് തിരിച്ചു പോകുക, രണ്ടാമത് പോവുക. അപ്പോൾ അങ്ങനെ മലയാളികളുടെ ജീവിതക്രമത്തിന് ഓരോ മാറ്റം വരുത്തിയ ഒരു സീരിയലായി. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ സീരിയലിന് വിമർശനങ്ങളും വരുന്നുണ്ടല്ലോ. സീരിയൽസ് ഇപ്പോൾ ഒരുപാട് സീരിയൽസായി, അതിനെതിരെ സീരിയൽസ് നടക്കുന്നുണ്ട്, സീരിയലിന് ഒരു ഓഡിയൻസ് ഉണ്ട്, സീരിയൽ കാരണമാണ് ചാനലുകൾ നിലനിന്ന് പോകുന്നത്. പക്ഷേ അത്രത്തോളം തന്നെ വിമർശനങ്ങളും സീരിയലിലുണ്ട്. അതിനെക്കുറിച്ച് ഇത്രയും സീനിയറായിട്ട് 40 വർഷമായിട്ട് അഭിനയിക്കുകയാണല്ലോ. പണ്ട് സീരിയലൊക്കെ ഒരു നല്ല കഥകൾ അല്ലെങ്കിൽ നല്ല നോവലുകൾ, പഴയ ആൾക്കാർ കഥാകൃത്തുക്കൾ നോവലിസ്റ്റുകൾ എഴുതിയ കഥകളൊക്കെ ആയിരുന്നു അന്ന് എടുത്തിരുന്നത്. അതുപോലെ തന്നെ അന്ന് ഒരു അപ്രൂവൽ കൊടുക്കുമ്പോൾ ഇന്ന ആർട്ടിസ്റ്റ് അഭിനയിക്കുമെന്ന് പറഞ്ഞിട്ട് നേരത്തെ കൊടുക്കണം. എന്നിട്ട് ആ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ കൺസെൻറ്റ് ലെറ്റർ കൊടുക്കണം. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ, തുടങ്ങിയത്. അപ്പോൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാ ചാനലിലും ഒരു 10-12 സീരിയൽസ് ഉണ്ട്. ഭയങ്കര കോമ്പറ്റീഷനായി. അല്ല, അതൊരു ആക്ടർ. പിന്നെ ഒരു സീരിയലിൽ എന്തെങ്കിലും ഒരു സംഭവം ഒന്ന് ക്ലിക്കായാലേ ഒരു അമ്മ മരുമകളെ മറ്റേ ചോറിൽ മുളക് പുരട്ടി കൊടുക്കുന്ന ഒരു സീന്. അപ്പോൾ അടുത്ത സീരിയലിൽ വേറെ ചാനലിൽ ഇതേ സമയത്ത് വരുന്ന ഒരു സീരിയലിൽ ഇതുപോലെ മുളക് അല്ലെങ്കിൽ മുളകിന് തുല്യമായ കുരുമുളക് പുരട്ടി കൊടുക്കും. അങ്ങനെ വേണമെന്നാണ് പറയുന്നത്. ഒരു കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ അടുത്ത സീരിയലിലും കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിക്കണം. അങ്ങനെയാണ് കോമ്പറ്റീഷൻ. അത് ഹെൽത്തി അല്ല. അല്ല, അത് പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ ഒരു കംഫർട്ട് അല്ലാതെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഒരേ സീരിയൽ, ഞാനത് ആ സീരിയലിൻ്റെ ചാനലിൻ്റെ പേര് പറയുന്നില്ല. ഞാൻ പറഞ്ഞ ഈ മുളക് ആദ്യം ഒരു സീനിൽ ഈ പച്ചമുളക് ഞെരടി കൊടുക്കുന്നു, അത് കഴിച്ചു, ശരി. അടുത്ത സീനിൽ അടുത്ത വേറൊരു ലൊക്കേഷനിൽ ഇതേ അമ്മായിയമ്മ അല്ലെങ്കിൽ ഇതേ രണ്ടാനമ്മ മകൾക്ക് ഈ മറ്റേ വറ്റൽ മുളകിൻ്റെ പൊടി, ചുവന്ന മുളകിൻ്റെ പൊടി വരും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഒരെണ്ണം നമ്മൾ മുളകിൻ്റെ ചെയ്തില്ലേ, ഇനിയിപ്പോൾ ചെയ്യണോ? അത് അപ്പോൾ സാറ് പറഞ്ഞാൽ ശരിയാവുന്നു, ചാനലൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ചാനൽ അല്ല, ഇങ്ങനെ ഒരു സജഷൻ, ഒരു സജഷനും വേണ്ട, രണ്ടാമത് മറ്റേ പൊടിയും കൂടെ വരവി കൊടുക്കണമെന്ന്. അങ്ങനെ അതും കൊടുത്തു. ആ സീരിയൽ ഇടയ്ക്ക് നിന്നു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ സാർ ഒരു സീരിയൽ ആക്ട് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമയായാലും സീരിയലായാലും ആദ്യം ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടർ മനസ്സിൽ ഉൾക്കൊണ്ടാണ് അഭിനയിച്ചു തുടങ്ങുന്നത്. പക്ഷേ ഇവരിതിൻ്റെ ഇടയ്ക്ക് ഒരു കഥ മാറ്റും, നായകനെ പോസിറ്റീവായുള്ള വില്ലനാക്കും, വില്ലനെ പോസിറ്റീവ് ആക്കും. അത് ഒരു അഭിനയത്തിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ടോ? കാരണം നീണ്ടു പോകുന്നുണ്ട് വർഷങ്ങൾ സീരിയൽസ്. അങ്ങനെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ഒരു നല്ല ക്യാരക്ടറായിട്ട് തുടങ്ങിയിട്ട് ഒരു സഹോദരിയുടെ മക്കളെയൊക്കെ നോക്കുന്ന, ഭയങ്കര സ്നേഹത്തോട് നോക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഒരു ട്വിസ്റ്റ് വരുമ്പോൾ, അതായത് ഒരു റേറ്റിംഗ് കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ ചാനലിൽ നിന്ന് പറഞ്ഞു ഈ ക്യാരക്ടറിനെ നെഗറ്റീവ് ആക്കണം, വില്ലനാക്കണം. അങ്ങനെ വില്ലനായി. പക്ഷെ അങ്ങനെ സംഗതി അവർ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ പലയിടത്തും പ്രശ്നമുണ്ട്. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് അന്ന് ഇത് പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ, അന്ന് അതിനനുസരിച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ അന്ന് വളരെ സോഫ്റ്റായിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ട് നല്ല ക്യാരക്ടറായിട്ട് പിന്നെ മാറുമ്പോൾ ഉള്ള ഒരു പ്രയാസം, മാനസികമായ പ്രയാസമുണ്ട്.
പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് ജോലിയുടെ ഭാഗമായതുകൊണ്ട്. അപ്പൊ ഇതിപ്പോ കിരാത തിയേറ്ററിൽ ജനുവരിയിൽ ജനുവരി 23 ഇപ്പോൾ വേറെ സിനിമകൾ സിനിമ ഇപ്പോൾ ഞാൻ ഒരു ക്രിസ്റ്റീന എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് ഉടനെ റിലീസുണ്ട്. അതൊരു ക്രൈം ത്രില്ലറാണ്. തിരുവനന്തപുരത്ത് തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ ഊടും പാവും എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് ഈ നെയ്ത്തുകാരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അത് തിരുവനന്തപുരത്താണ് അതിൻ്റെ ഷൂട്ട്. അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എനിക്കതെനിക്കൊണ്ട് ലാലേട്ടൻ നമുക്ക് ഇവരൊക്കെ ആയിട്ട് പിന്നെ സിനിമകൾ അടുത്ത് ചെയ്തിട്ടില്ല. ഇല്ല, മമ്മൂട്ടിയോട് അവസാനം ചെയ്തത് മറ്റേ മധുരരാജ്യമായിരുന്നു. മധുരരാജ്യം 6 വർഷം കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞു. അപ്പൊ ഇനി വീണ്ടും നല്ല നല്ല സിനിമകളുടെയും ഭാഗമാവട്ടെ. പ്രേക്ഷകരോട് കിരാത എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എന്താണ് പ്രേക്ഷകരോട്? കിരാത ഒരു ഇത് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ കിരാത കാണണം. നമ്മുടെ മനസ്സിൽ ഒരുപാട് മാലിന്യങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ കയറി കൂടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ ഇതുപോലത്തെ സിനിമകൾ കാണണം. കിരാത ഒന്ന് കണ്ടു നോക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിങ്ങനെയൊക്കെ നമ്മൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ, ഇതൊക്കെ ശരിയാണോ, നടന്ന കഥയെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അതുകൊണ്ട് ഇതെല്ലാവരും കാണണം. കിരാത ഒരു നല്ല സിനിമയുമാണ്, നല്ല ടെക്നിക്കലി നല്ല സിനിമയുമാണ് കിരാത എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് കൂടുതലും യങ്സ്റ്റേഴ്സാണ്, അവരാണ് ഇതിൽ ശരിക്കും നല്ല വേഷങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരൊരിക്കലും യങ്സ്റ്റേഴ്സ് ആണെന്നോ അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ആണെന്നോ തോന്നാത്ത രീതിയിലാണ് അവരുടെ പെർഫോമൻസ്. ഞാനുള്ള സീനിൽ തന്നെ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ അന്തം മുട്ടി. അത്ര ഇൻവോൾവ് ചെയ്താണ് ശരിക്കും ആ ബഹളം വെച്ച് വരുന്ന ഒരു പയ്യൻ ബഹളം വെച്ചൊക്കെ വരുന്ന അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഈ നാർക്കോട്ടിക്സ്. അപ്പോൾ അവർ വരുന്ന കണ്ടെത്തുന്ന ശരിക്കും കഴിച്ചിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. അത്ര നാച്ചുറലായിട്ടാണ് ചെയ്തത്. എന്തായാലും ഇതൊരു ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ഇതൊരു നന്മയായിട്ട് മാറും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.